Hi ma'am, hi friends. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻകം ടാക്സ് റേറ്റ് ഫോർ ഡൊമസ്റ്റിക് കമ്പനീസ്, ദെൻ സെക്ഷൻ 115BA ആൻഡ് സെക്ഷൻ 115BAA എന്നുള്ള ടോപ്പിക്കിലായിരുന്നു അവസാനിപ്പിച്ചിരുന്നത്. എനിക്കതിൻ്റെ കണ്ടിന്യൂഷനാണ്, ദാറ്റ് ഈസ് സെക്ഷൻ 115BAB. സോ ലെറ്റ് സ്റ്റാർട്ട്. Note 3, section 115BAB, that is, total income of a company is taxable at the rate of 15% from the assessment year 2020-21 if the following conditions are satisfied. ഒരു കമ്പനിക്ക് അതിൻ്റെ ടോട്ടൽ ഇൻകത്തിൻ്റെ മേലെ 15% റേറ്റ് ഓഫ് 15% ടാക്സ് ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഇനി പറയാമെന്ന കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു കമ്പനിക്ക് അതിൻ്റെ ടോട്ടൽ ഇൻകത്തിൻ്റെ മേലെ 15% ടാക്സ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വാട്ട് ആർ ദോസ് കണ്ടീഷൻസ്? ഫസ്റ്റ് വൺ is company is it should not cover in section 115BA and 115BAA and it is registered on or after October 1st 2019 and commenced manufacturing on or before 31st March 2023. That is, the company should not covered in section 115BA and 115BAA then October 1st 2019 അതിന് ശേഷമോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ദെൻ 31st March 2023 അതിന് മുമ്പോ കമൻസ് ചെയ്തിട്ടുണ്ടാവണം. ദാറ്റ് ഈസ് October 1st 2019 അതിന് ശേഷമോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ 31st March 2023 അതിന് മുമ്പോ കമൻസ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ഒരു കമ്പനി ആയിരിക്കണം. That is the first condition. Then second condition is it is not formed by splitting up or reconstruction of a business already in existence. നേരത്തെ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനീനെ റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ടോ സ്പ്ലിറ്റപ്പ് ചെയ്തുകൊണ്ടോ ഫോം ചെയ്ത ഒരു കമ്പനി ആവാൻ പാടില്ല. ദാറ്റ് ഇസ് ദി സെക്കൻഡ് കണ്ടീഷൻ. ദെൻ ദി തേർഡ് കണ്ടീഷൻ is it does not use any machinery or plant previously used for any purpose. വേറൊരു പേർപ്പസിന് വേണ്ടി മുൻപ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി ഈ കമ്പനി യൂസ് ചെയ്യാൻ പാടില്ല. സിമിലർലി it does not use any building previously used as a hotel or a convention center. നേരത്തെ ഹോട്ടലായിട്ടോ ഒരു കൺവെൻഷൻ സെൻറ്റർ ആയിട്ടോ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബിൽഡിങ്ങിനെ കമ്പനി യൂസ് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഇസ് ദ ഫോർത്ത് കണ്ടീഷൻ. ദെൻ ദ ഫിഫ്ത്ത് കണ്ടീഷൻ is yes, company is not engaged in any business other than the business of manufacture or production. ബിസിനസ് ഓഫ് മാനുഫാക്ചർ ഓർ പ്രൊഡക്ഷനിൽ ഉൾപ്പെടാത്ത ഒരു ബിസിനസ്സിലും കമ്പനി എൻഗേജ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ഇറ്റ് ഈസ് നോട്ട് എൻഗേജ്ഡ് ഇൻ എനി ബിസിനസ് അതർ ദാൻ ദി ബിസിനസ് ഓഫ് മാനുഫാക്ചർ ഓർ പ്രൊഡക്ഷൻ. ഇനി ഒരു ബിസിനസ് ഓഫ് മാനുഫാക്ചർ ഓർ പ്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ബിസിനസ്സുകൾ ഏതെല്ലാമാണെന്നുള്ളത് ഞാനൊന്ന് അതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ പറയാം. ദാറ്റ് ഈസ് development of computer software, mining, conversion of marble blocks, bottling of gas into cylinder, printing of books, production of cinematographic film and so on. ഇങ്ങനെയുള്ള ബിസിനസ്സുകളൊന്നും ബിസിനസ് ഓഫ് മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ആവാത്ത ബിസിനസ്സുകളാണ്. ദെൻ ദ സിക്സ്ത് കണ്ടീഷൻ is ഇനി പറയാമെന്ന കുറച്ച് ഡിഡക്ഷൻസ് അതൊന്നും ഈ കമ്പനി ക്ലെയിം ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ദാറ്റ് ഈസ് കമ്പനി is not claiming any deduction under section 10AA, 32(1) subsection 2A, 32AD, 33AB, 33ABA or 35(1) subsection 2 or subsection 2A or subsection 3, 35(2AA), 2AB, 35AD, 35CCC, 35CCD or section 80H to 80TT other than 80JJAA and 80M. 80JJAA, 80M ഒഴികെയുള്ള മേൽ പറഞ്ഞിട്ടുള്ള ഒരു ഡിഡക്ഷൻസും കമ്പനി ക്ലെയിം ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. That is the sixth condition. Then the seventh condition is company is not claiming any brought forwarded losses. That is, if such loss is related to the deductions specified in above point. മേൽ പറഞ്ഞിട്ടുള്ള ഡിഡക്ഷൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോസസും ദാറ്റ് ഈസ് ഒരു ബ്രോഡ് ഫോർവേഡ് ലോസസും കമ്പനി ക്ലെയിം ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. Then the last condition is provision of MAT is not applicable on such company after exercising of option. ഈ ഒരു ഓപ്ഷൻ എക്സസൈസ് ചെയ്തതിന് ശേഷം മാറ്റ് അപ്ലിക്കബിൾ ആവില്ല. സോ ദാറ്റ് ഇറ്റ് കനോട്ട് ക്ലെയിം ദ മാറ്റ് ക്രെഡിറ്റ് ഓൾസോ. മാറ്റ് അപ്ലിക്കബിൾ അല്ല, സോ ദാറ്റ് മാറ്റ് ക്രെഡിറ്റും അപ്ലിക്കബിൾ അല്ല. ദാറ്റ് ഈസ് ദ 8 കണ്ടീഷൻസ്. ഈ ഒരു 8 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഒരു കമ്പനിക്ക് അതിൻ്റെ 15% ടാക്സ് റേറ്റ് കാണാൻ പറ്റുള്ളൂ. ടോട്ടൽ ഇൻകത്തിൻ്റെ മേലെ 15% റേറ്റ് ഓഫ് ടാക്സ് ചെയ്യാൻ പറ്റുള്ളൂ. Then next is surcharge. Surcharges when the total income exceeds 1 crore, 7% ആണ് സർചാർജ്. ദാറ്റ് ഈസ്
ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 1 crore and 10 crore. ഇൻ ബിറ്റ്വീൻ 1 crore and 10 crore ആണെങ്കിൽ 7% ആണ് സർചാർജ്. ഇഫ് ദ ടോട്ടൽ ഇൻകം എക്സീഡ് 10 crore, 10 crore മീതെയാണെങ്കിൽ 12% ആണ് സർചാർജ്. ആൻഡ് ഇഫ് ദ ഡൊമസ്റ്റിക് കമ്പനി ഓപ്റ്റഡ് ഫോർ സെക്ഷൻ 115BAA ആൻഡ് 115BAB, ഈ ഒരു ഡൊമസ്റ്റിക് കമ്പനി സെക്ഷൻ 115BAA ആൻഡ് സെക്ഷൻ 115BAB ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സർചാർജ് എന്ന് പറയുന്നത് 10% ഓഫ് ഇൻകം ടാക്സ് ആണ്. ദെൻ ദി സെസ് ഇസ് 4% of income tax. Yes, education cess എന്ന് പറയുന്നത് 4% of income tax. Then foreign companies ആണ്, that is up to 1 crore നില്ലാണ്. Then the total income is 1 crore and to 10 crore. In between 1 crore and 10 crore ആണെങ്കിൽ 2% ആണ്. Then if the total income exceed 10 crore 5% ആണ്. Then health and education cess is 4%. Then minimum alternative tax, that is MAT, other 15% ആണ് on the book profit plus applicable cess and surcharge. Then the period allowed to carry forward the tax credit under MAT is 10 years. ആ 10 years വരെ ടാക്സ് ക്രെഡിറ്റ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. The next topic is tax planning with respect to setting up and commencement of business. ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിനും കമൻസ് ചെയ്യുന്നതിനും ആ ഒരു സമയത്തുള്ള ടാക്സ് പ്ലാനിങ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ്, ഒരു ടാക്സ് പ്ലാനിങ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബിസിനസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ സ്കോപ്പിനകത്താണോ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് സെറ്റിംഗ് അപ്പ് എ ബിസിനസ് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ഇൻകം ടാക്സ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു ബി കൺസിഡേർഡ് വൈൽ അഡോപ്റ്റിംഗ് എ ടാക്സ് പ്ലാനിങ് സ്ട്രാറ്റജി. ദെൻ ആസ് പെർ ദി ഇൻകം ടാക്സ് ആക്ട്, ജനറൽ എക്സ്പെൻസസ് പ്രയർ ടു ദ ഡേറ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് ആർ ഇൻഅഡ്മിസിബിൾ. അതായത് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇൻകർ ആയിട്ടുള്ള ജനറൽ എക്സ്പെൻസസ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇൻഅഡ്മിസിബിൾ ആണ്. ദെൻ തേർഡ് ഇസ് സെറ്റപ്പ് ചെയ്തതിന് ശേഷവും കമൻസ് ചെയ്യുന്നതിന് മുമ്പും, ഇൻ ബിറ്റ്വീൻ സെറ്റിംഗ് അപ്പ് ആൻഡ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, ആ ഒരു സെറ്റപ്പ് ചെയ്യുന്നതിന് ശേഷവും കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിന് മുമ്പും ആയിട്ട് ഇൻകർ ചെയ്തിട്ടുള്ള റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻസസ് വിച്ച് ഇസ് ഹോളി യൂസ്ഡ് ഫോർ ദ പേർപ്പസ് ഓഫ് ബിസിനസ്സിൻ്റെ പേർപ്പസിന് വേണ്ടി മാത്രം റവന്യൂ നേച്ചറിൽ സെറ്റിംഗ് അപ്പിനും കമൻസ്മെൻറ്റിനും ഇടയിൽ ഇൻകർ ചെയ്തിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ വിച്ച് ഇസ് അലൗഡ് ആസ് ഡിഡക്ഷൻ, ഇറ്റ് മേ ബി അലൗഡ് ആസ് ഡിഡക്ഷൻസ്. ദാറ്റ് ഈസ് expenses incurred from the date of setting up and before the commencement of the business may be allowed as deduction for tax purpose provided they are of revenue nature and are incurred wholly and exclusively for the purpose of business. Then next is measures of tax planning in relation to setting up and commencement. Measures of tax planning ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് accomplishment of setting up at the earliest. That is, ഒരു കമ്പനി ഒരു ഇൻസ്റ്റാളേഷൻ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അറ്റ് ദ ഏർലിയസ്റ്റ് ആസ് പോസിബിൾ സെറ്റപ്പ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഈവൻ ദോ നമ്മളതിൻ്റെ കമൻസ്മെൻറ്റ് പിന്നീടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഇവിടെ പറയുന്നുണ്ട്, ഓൾദോ ദ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് മേ കം ലേറ്റർ, കമൻസ്മെൻറ്റ് വൈകിട്ടാണെങ്കിലും സെറ്റിംഗ് അപ്പ് എന്തുകൊണ്ടും വളരെ നേരത്തെ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ഉചിതം. ബിക്കോസ് അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സ് അവെയിൽ ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് ടാക്സ് ഹോളിഡേ, ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ്, അതുപോലെ തന്നെ അൺഅബ്സോർബ്ഡ് ലോസസും ഡിപ്രിസിയേഷനും ലോങ്ങർ പീരീഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് ടാക്സ് ഹോളിഡേ, ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ്, ക്യാരി ഫോർവേഡ് ഓഫ് അൺഅബ്സോർബ്ഡ് ലോസസ് ആൻഡ് ഡിപ്രിസിയേഷൻ ഫോർ എ ലോങ്ങർ പീരീഡ്. ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് അവെയിൽ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് എത്രയും പെട്ടെന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും, എത്രയും പെട്ടെന്ന് നമ്മൾ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അങ്ങനെ ഒരു ഇൻസ്റ്റാളേഷൻ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും വളരെ നേരത്തെ സെറ്റപ്പ് ചെയ്യുന്നതാണ് നല്ലത്. നെക്സ്റ്റ് ഇസ് എക്സ്പെൻഡിച്ചർ ഇസ് റവന്യൂ ഇൻ നേച്ചർ ആൻഡ് ഇൻകർഡ് ഹോളി ഫോർ ബിസിനസ്. ദാറ്റ് ഇസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, വി ഓൾറെഡി ഡിസ്കസ്ഡ് ഇറ്റ്. ദാറ്റ് ഇസ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ബിസിനസ് സെറ്റപ്പ് ചെയ്തതിന് ശേഷവും കമൻസ് ചെയ്യുന്നതിന് മുമ്പും, ഇൻ ബിറ്റ്വീൻ സെറ്റിംഗ് അപ്പ് ആൻഡ് കമൻസ്മെൻറ്റ്, സെറ്റിംഗ് അപ്പിന് ശേഷവും കമൻസ് ചെയ്യുന്നതിന് മുമ്പും ഇൻകർ ആയിട്ടുള്ള റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻസസ് വിച്ച് ഇസ് ഹോളി യൂസ്ഡ് ഫോർ ദ പേർപ്പസ് ഓഫ് ബിസിനസ്സിൻ്റെ പേർപ്പസിന് വേണ്ടി മാത്രം ഇൻകർ ആയിട്ടുള്ള റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ നമുക്കത് ഇറ്റ് ഈസ് അഡ്മിസിബിൾ ഫോർ ഡിഡക്ഷൻ, നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഇഫ് എക്സ്പെൻസസ് ആഫ്റ്റർ സെറ്റിംഗ് അപ്പ് ഓഫ് ദി ബിസിനസ് ഇസ് ഓഫ് ഫോർ business purpose, then it is admissible for deduction. Then next is
certain tax holidays are effective from commencement of business. അതായത് കമൻസ്മെൻറ്റിന് ശേഷം ഒരു പ്രിസ്ക്രൈബ്ഡ് പീരീഡ് വരെ ടാക്സ് ഹോളിഡേ അവൈൽ ചെയ്യാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. The term commencement of business is also important in the case of a newly established industrial undertaking. That is, ഒരു പുതിയൊരു ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർടേക്കിങ്ങിന് ഒരു കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടേം തന്നെയാണ്. കാരണം അങ്ങനെ ഒരു ഫേമിന് കമൻസ് ചെയ്തതിന് ശേഷം ഒരു പ്രിസ്ക്രൈബ്ഡ് പീരീഡ് വരെ ടാക്സ് ഹോളിഡേ അവൈൽ ചെയ്യാൻ സഹായിക്കും. Under the section 80IA and 80IB, the tax holiday under the provisions of section 80IA and 80IB of the Act also becomes effective from the time in which the production is commenced and continued up to the prescribed period. That is the third point. And the last point is preliminary expenditure is allowable from year of commencement. അതായത് സെക്ഷൻ 35 പ്രകാരം റവന്യൂ നേച്ചറിലോ അതുപോലെ തന്നെ ക്യാപിറ്റൽ നേച്ചറിലോ ഇൻകർ ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻകേർഡ് ഓൺ സയൻറ്റിഫിക് റിസർച്ചിൻ്റെ മേലെ ഇൻകർ ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ, വെദർ ഇറ്റ് ഇസ് ക്യാപിറ്റൽ ഓർ റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്യൂറിംഗ് ദ 3 accounting years immediately preceding the year of commencement of business is allowed as deductions in the year of commencement of business. എന്തെങ്കിലും അണ്ടർ ദി പ്രൊവിഷൻ ഓഫ് ദി സെക്ഷൻ 35 പ്രകാരം വെദർ ഇറ്റ് ഇസ് ക്യാപിറ്റൽ ഓർ റവന്യൂ നേച്ചറിൽ ഇൻകർ ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഇൻകർഡ് ഓൺ സയൻറ്റിഫിക് റിസർച്ചിന് മേലെ ഇൻകർ ചെയ്തിട്ടുള്ള ക്യാപിറ്റലോ റവന്യൂ നേച്ചറുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ കമൻസ് ചെയ്തതിന് ശേഷം ദ ഫസ്റ്റ് 3 accounting years immediately preceding that 3 accounting yearsൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. That is the fourth point. These are the points. So we discussed note 3 സെക്ഷൻ 115 BAB. അതിലൊരു 8 കണ്ടീഷൻസ് പറഞ്ഞു. ആ ഒരു 8 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഒരു കമ്പനിക്ക് അതിൻ്റെ ടോട്ടൽ ഇൻകത്തിൻ്റെ മേലെ 15% റേറ്റ് 15% ടാക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ സർചാർജ്, സെസ്, ഫോറിൻ കമ്പനീസിൻ്റെ, പിന്നെ മാറ്റ് പറഞ്ഞു. ദെൻ ടാക്സ് പ്ലാനിംഗ് വിത്ത് റെസ്പെക്ട് ടു സെറ്റിംഗ് അപ്പ് ആൻഡ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ദെൻ മെഷേഴ്സ് ഓഫ് ടാക്സ് പ്ലാനിംഗ് ഇൻ റിലേഷൻ ടു സെറ്റിംഗ് അപ്പ് ആൻഡ് കമൻസ്മെൻറ്റ്. അതിൽ 4 പോയിന്റ്സ് പറഞ്ഞു. അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് അറ്റ് ദി ഏർലിയസ്റ്റ്, എക്സ്പെൻഡിച്ചർ ഇസ് റവന്യൂ ഇൻ നേച്ചർ ആൻഡ് ഇൻകേർഡ് ഹോളി ഫോർ ബിസിനസ്. Then certain tax holidays are effective from commencement of business. And finally, preliminary expenditure is allowable from the year of commencement. So that's all. Hope you all understood. Thank you.